അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ക്യാരറ്റ് റൈസ് ആണ്. അപ്പോൾ ക്യാരറ്റ് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ചെറിയ ഒരു 3-4 പീസ് ക്യാരറ്റ് എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് വല്ലാണ്ട് ചെറുതുമല്ല എന്നാൽ വല്ലാണ്ട് വലുതുമല്ല എന്നുള്ള മട്ടിൽ മിക്സീൻ്റെ ചെറിയ ജാറിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സി ഫുള്ള് കറക്കല്ല ചെയ്തത്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെറുതായി കറക്കിയിട്ട് അതിന് ഏകദേശം വല്ലാണ്ട് ഒന്ന് ഇതായി പോവാത്ത രീതിയിൽ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ക്യാരറ്റിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി അങ്ങോട്ട് ചൂടാക്കിയിട്ട് നമ്മളതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയല്ല, ഓയിലാണ് കേട്ടോ. ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത് നമ്മുടെ കടുകാണ്. അപ്പോൾ കടുകൊന്ന് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ചൂടായി കടുകൊന്ന് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഐറ്റംസ് എന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ സവാളയാണ്. അപ്പോൾ ഒരു സവാള, നമ്മുടെ ചെറിയൊരു സവാള എടുത്താൽ മതി. അത് നല്ല രീതിയിൽ ഈ ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളകും, പിന്നെ ഒരു 3-4 വറ്റൽമുളകും, അതേപോലെ വെളുത്തുള്ളിയും, പിന്നെ ഒരു മുളക് 1-2 മുളകും കൂടി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരു കളർ വ്യത്യാസം വരുന്ന വരെ നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം ഏകദേശം കളർ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഇടേണ്ട ഒരു സാധനം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നമുക്ക് നമ്മുടെ ടേസ്റ്റ് എന്താ പറയുക, അത്യാവശ്യം കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് നല്ല മണവും നല്ല ഫ്ലേവറും ഇതിന് കിട്ടും. അപ്പോൾ അത്യാവശ്യം കുറച്ച് കറിവേപ്പില ഇടുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇടാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉഴുന്നുപരിപ്പാണ് കേട്ടോ. ഉഴുന്നുപരിപ്പും കൂടി ഇതിനകത്ത് കുറച്ച് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടാനുള്ളത് നമ്മുടെ തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പും കൂടി നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ് എന്നുള്ള പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ശേഷം അടുത്ത താരം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് ഇടേണ്ട ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫ് മസാല ആവാട്ടോ. അപ്പോൾ അതിൽ വലിയ നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, അതായത് അത്യാവശ്യത്തിന് ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. സംഭവം പിന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ് ദയവ് ചെയ്തിട്ട് ഇടണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച്, അതായത് പൊടിയായിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇതാക്കി എടുത്ത നമ്മുടെ ക്യാരറ്റ്, ആ ക്യാരറ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ആ ക്യാരറ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ മസാലയും ഈ ക്യാരറ്റും കൂടിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് പറഞ്ഞു വെച്ചാൽ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിനെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനെ വേവിക്കണം. അപ്പോൾ ഇത് വേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ മേത്തൊരു അടപ്പ് വെച്ചിട്ട് വേണം നമ്മളത് വേവിക്കാൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇളക്കി കൊടുത്തില്ല, ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് സംഭവം നമ്മളിത് അടിയിൽ പിടിച്ചു പോകും. പിന്നെ അടിയിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തത്തിൽ ബോറാവും. അപ്പം എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതപ്പോൾ ഈ കാണുന്ന വെള്ള സാധനം ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അരക്കൊപ്രയാണ് കേട്ടോ. അപ്പോൾ അത് ഇടണത് കാണിച്ചില്ല, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ചെറിയ രീതിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അരക്കൊപ്ര നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യണം. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, സോറി അത് പറയാനും കിട്ടുന്നില്ല, നിലക്കടല. അപ്പോൾ ആ ഒരു ഐറ്റം കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് വറുത്ത നിലക്കടലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടണം, വറക്കാത്തതാണെന്നുണ്ടെങ്കിൽ, പച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിൽ. അതും നമ്മൾ ഈ രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സംഭവം എന്താ പറയുക, അടി പിടിക്കാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സംഭവം കണ്ട നല്ല അടിപൊളിയായിട്ട് ഇത് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കാര്യമായിട്ട് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ റൈസ്, ആദ്യം തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇനി മിക്സ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബസുമതി റൈസ് അല്ല, ബസുമതിയാ ആ റൈസൊന്നും അല്ല, നമ്മുടെ സാധാരണ റേഷൻ അരിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല റേഷൻ അരി തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചായിട്ട്, ചോറ് മൊത്തത്തിൽ ഇട്ട് പറഞ്ഞു വെച്ചാൽ നന്നായി കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് കുറച്ചായിട്ട് ചോറ് ഇതെങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. സംഭവം റെഡിയായി, അത്രേ ഉള്ളൂ. സാധനം അത്രേ ഉള്ളൂ. നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഈ പറഞ്ഞ മിക്സിങ്ങിലായിട്ട് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നമ്മൾ അടിപൊളി ക്യാരറ്റ് റൈസ് റെഡി. ഇനി തൈരൊക്കെ കൂട്ടി വേണമെങ്കിൽ ഒരു പിടുത്തം പിടിക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യണേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ.